ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടില്ലേ, ഒരു മൂങ്ങയാണ് കേട്ടോ. മരത്തടിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മൂങ്ങ. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ രീതിയിലുള്ള ഒരു മരത്തടിയാണ് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 1/2 ഇഞ്ച് കനത്തിലുള്ള ഒരു പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഇതിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പീസാക്കിയിട്ട് നമുക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു പീസിൽ ഇതൊക്കെ കൂടെ ഓരോ ഷേപ്പ്, കണ്ണ്, മൂക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റേ പീസിൽ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കട്ടർ എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾ വാൾ ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ മെഷീൻ ആയതുകൊണ്ട് ബ്ലേഡ് അങ്ങ് എത്തില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കാൻ. കുറേ സമയം എടുക്കേണ്ടി വന്നു. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇതുപോലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ചെറിയൊരു പീസിൽ നിന്ന് വേറൊരു കഷ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ ഓരോ ഷേപ്പിൽ, ഇങ്ങനത്തെ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 കണ്ണ്, അതുപോലെ അതിന് വേണ്ട ഭാഗങ്ങളൊക്കെ കുറച്ച് വിരലുകളൊക്കെ ആയിട്ട്, അങ്ങനെ അതിൻ്റെ കൊക്ക്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രൈൻഡർ വെച്ച് തന്നെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കട്ടർ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് ഏകദേശം ഈ രൂപത്തിലൊക്കെ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഓരോ സ്ഥാനത്ത് നോക്കി കറക്റ്റാക്കി വെച്ചിട്ട് കണ്ണ്, മൂക്ക്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളതിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സേക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒട്ടിച്ചിട്ട് എല്ലായിടത്തും നമ്മൾ ഫ്ലക്സേക്കും പൊടിയൊക്കെ ഇട്ടിട്ട് ശരിക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ണ് വെച്ച് കൊടുത്തു. എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുമ്പോൾ അത് ശരിക്കും ഒട്ടിപ്പിടിക്കുന്നതാണ് അതിൽ. അടുത്ത പീസ് ഒട്ടിച്ചു കൊടുത്തു. നമ്മളതിൻ്റെ മൂക്ക് വരുന്ന ഭാഗം അത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം ഈ രീതിയിൽ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ പശയിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറൊരു മരക്കമ്പ് എടുത്തിട്ട് ഏകദേശം ഒരു മരക്കമ്പിൽ ഇത് നിൽക്കുന്ന പോലെയുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഏകദേശം ഇതിനേക്കാളും കുറച്ചേറെ ഇട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ അതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്താനും വേണ്ടി ഗ്രൈൻഡർ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഇളക്കമൊക്കെ തീർത്ത് ഒക്കെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതുപോലെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഈ കൈഭാഗം വരുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ അളവ് വെച്ചിട്ട് അവിടെ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗ്യാപ്പിൽ ഇത് വെച്ച് കൊടുക്കും. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് അടയാളം വെച്ചിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫ്ലക്സേക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ വിരലും അതിൻ്റെ അടുത്ത് വയ്ക്കും. എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് മുഴുവനായിട്ട് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങനെ വേണ്ടെന്ന രീതിയിൽ നമുക്ക് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കാം.
ഫ്ലക്സിലേക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഒക്കെ നേരെ നിൽക്കുന്ന രീതിയിൽ, ഇളകാതെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മളത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഓരോ പീസുകളും ഓരോന്നായിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലക്സിലേക്കൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിക്കും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യുക. ഏകദേശം നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മളൊന്ന് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് സീലർ അടിച്ചിട്ട് പിന്നെ നമ്മളത് ടച്ച് വുഡ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീക്ക് പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഈ രീതിയിൽ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടെ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കണ്ണ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 പീസ് എടുത്തിട്ട് അതുകൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൺഭാഗം നമുക്ക് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് പേപ്പർ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒരു കോട്ട് സീലർ അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുന്നത്. ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സീലർ ഒരു കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് തിളക്കം കിട്ടാൻ വേണ്ടി സ്ലീക്ക് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെന്നും ചിരട്ടത്തടി വെച്ചാണ് ചെയ്യാറ്. ഇന്നത് മാറ്റിയിട്ട് നമ്മൾ മരത്തിൽ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. സ്ലീക്ക് അടിച്ച് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് മുഴുവനായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു വാൾ ഡെക്കറാക്കി നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ സംഭവം വിജയിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടി. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.